ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവറാണ്. താമരപ്പൂ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതും ഗ്ലൂ പോലും യൂസ് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. രണ്ടും സെയിം സൈസാണ്. ഇനി അത് നമ്മൾ ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഫോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റ് നമ്മൾ ഹാഫായിട്ട് മടക്കുമ്പോഴൊക്കെ കറക്റ്റ് ഹാഫായിട്ട് മടക്കണം. അതുപോലെ തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് മടക്കാനും ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ 2 പേപ്പറും നമ്മൾ സെയിം രീതിയിൽ മടക്കിയെടുത്തിട്ടുണ്ട്. ഈ ഗ്രീൻ കളർ പേപ്പർ 4 എണ്ണം, പിങ്ക് കളർ പേപ്പർ 8 എണ്ണമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്കിത് ഓരോ പെയറായിട്ട് എടുക്കാം. ഏറ്റവും അടിയിൽ ഗ്രീൻ കളർ വെക്കുക, അതിന് മുകളിൽ 2 പിങ്ക് കളർ വെക്കുക. അങ്ങനെ 4 പെയറായിട്ട് നമ്മളിത് എടുക്കണം. കണ്ടില്ലേ? ഇതേപോലെ കേട്ടോ. ഇനി എന്തെങ്കിലും ഒരു ത്രെഡ് എടുക്കുക, ജൂട്ട് ത്രെഡോ അല്ലെങ്കിൽ വുളൻ ത്രെഡോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക, പെട്ടെന്ന് പൊട്ടി പോകാത്തത്. അത് നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് നന്നായി മുറുക്കി കെട്ടി കൊടുക്കാം കേട്ടോ. ഇനി ഇതാ ഇതേപോലെ എല്ലാ സൈഡിലേക്കും ഇങ്ങനെ ആക്കി വെക്കുക. കൈകൊണ്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചാൽ മതി. അപ്പോൾ എല്ലാ സൈഡിലേക്കും ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇനി നമുക്കിതിൻ്റെ ഓരോ ഇതളുകളായിട്ട് വിടർത്തിയെടുക്കാം. അപ്പോൾ പതുക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. ചെയ്യാനത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഈസി ആയിട്ട് തന്നെ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഇതളുകളും ഇതേപോലെ മുകളിലേക്ക് ഇങ്ങനെ വെക്കുക. അപ്പോൾ നമ്മുടെ ഒരു റൗണ്ട് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ടും ഇതേപോലെ വെക്കാം. അപ്പോൾ താമരപ്പൂവിൻ്റെ ഇതളുകളൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി ഏറ്റവും അടിയിൽ ഗ്രീൻ ലീഫായിട്ടാണ് വരേണ്ടത്. അത് നമ്മൾ മുകളിലേക്ക് അങ്ങനെ പൊന്തിക്കേണ്ട, അവിടെ തന്നെ ഒന്ന് നിവർത്തി ഇങ്ങനെ വെച്ചാൽ മതി. കണ്ടില്ലേ? ഇതേപോലെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മനോഹരമായ താമരപ്പൂ. അവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.